ഓം ശാന്തി. സെക്കൻഡിൽ പഴയ ലോകത്തിൻ്റെ സർവകാര്യങ്ങളും മറന്ന് ഞാൻ സ്വയം തന്നെ നോക്കുന്നു. ഭൃഗുടി അകാല സിംഹാസന അധികാരിയായ ഞാൻ ഒരു ജ്യോതിപുഞ്ചമാണ്. ശക്തി സ്വരൂപാത്മാവാണ്. ഞാൻ ത്രിനേത്രി ത്രികാലദർശിയാകുന്നു. ഇപ്പോൾ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ ഞാൻ അന്തിമ സമയത്തിൻ്റെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. 5 തത്വങ്ങളും ഒരുമിച്ച് വികരാള രൂപം ധാരണ ചെയ്തു വരുന്നു. 5 വികാരങ്ങളും സൂക്ഷ്മ രൂപത്തിൽ യുദ്ധം ചെയ്യുന്നു. മായയും പ്രകൃതിയും ഫുൾ ഫോഴ്സിൽ അന്തിമ യുദ്ധം ചെയ്യുന്നു. ഈ അന്തിമ ദൃശ്യങ്ങളെ ഞാൻ സാക്ഷിയായി കാണുന്നു. അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. കോലാഹലങ്ങളുടെ സങ്കല്പത്തെ ഉൾക്കൊള്ളുന്നു. അല്പകാലത്തിൻ്റെ പ്രാപ്തികളുടെ സങ്കല്പങ്ങളെയും ഒതുക്കുന്നു. മനസ്സിലിപ്പോൾ ഒരേ ഒരു സങ്കല്പം മാത്രം. ഞാൻ ആത്മാ എൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മനസ്സിൽ പരമധാമ വീട്ടിൻ്റെ ഓർമ്മ. പരമധാമ നിവാസി മഹാകാലേശ്വരൻ ബാബയുടെ ഓർമ്മ. മറ്റൊരു സങ്കല്പവുമില്ല. ദേഹബോധം അല്പം പോലുമില്ല. ഞാൻ അകാലമൂർത്ത ആത്മാ, അകാലതക്തനശീനായി മഹാകാല ബാബയുടെ കൂടെ മാസ്റ്റർ മഹാകാലന്റെ സ്വരൂപത്തിൽ സ്ഥിതമായി അന്തിമ സമയത്തെ നേരിടുന്നു. മഹാവിനാശത്തെ സാക്ഷിയായി കാണുന്നു. ഞാൻ മഹാകാല ബാബയുടെ കൂടെ കമ്പൈൻഡായി സാക്ഷിയായി അന്തിമ സീൻ കാണുന്നു. പ്രകൃതി വിട പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നു. 4 ഭാഗത്തും ജയ ജയാരവം മുഴങ്ങുന്നു. ഞാൻ വിജയമാലയിലെ മണിയാകുന്നു. ഞാൻ ആത്മാ ജ്ഞാനയോഗത്തിൻ്റെ ചിറകിലൂടെ പരമധാമത്തിലേക്ക് പറന്നുയരുന്നു. കാലന്റെയും കാലനായ ബാബ വന്നിരിക്കയാണ് എനിക്ക് കാലനുമേലെ വിജയം നേടിത്തരാൻ. ഞാൻ മന്മനാഭവ മന്ത്രത്തിലൂടെ കാലന്റെ മേലെ വിജയം നേടുന്നു. ആത്മീയ അച്ഛൻ, ഞാൻ ആത്മീയ യാത്രികന് വിശേഷമായ പഠിപ്പ് പഠിപ്പിക്കുകയാണ്. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. ബാബ എൻ്റെ പരിധിയില്ലാത്ത അച്ഛനാണ്. 21 ജന്മത്തേക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ബാബ ജ്ഞാനസാഗരനും സുഖസാഗരനുമാണ്. ഞാനിപ്പോൾ കാലനുമേലെ വിജയിയാകാനുള്ള പഠിപ്പ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബയെ കാലന്റെയും കാലൻ അല്ലെങ്കിൽ
മഹാകാലൻ എന്ന് പറയുന്നു. ബാബ എന്നെ കാലനു മേലെ വിജയിയാക്കി മാറ്റുന്നു. ബാബ കൽപ്പകൽപ്പം വന്ന് ശക്തി നൽകുന്നു. ഇപ്പോൾ ബ്രഹ്മാവിലൂടെ ശിവബാബ തൻ്റെ രചന സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിവബാബയിൽ നിന്നും സമ്പത്തെടുക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഞാൻ ആത്മീയ യാത്ര ചെയ്യിപ്പിക്കുന്നു. സ്വയത്തെ സതോപ്രധാനമാക്കുന്നതിനു വേണ്ടി ഒരു ബാബയെ ഓർമ്മിക്കണം. ആത്മാഭിമാനിയായി മാറാൻ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയുടെ പഠിപ്പിൽ ശ്രദ്ധ വയ്ക്കുന്നു. കാലനു മേലെ വിജയിയാകുന്നു. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാപ്ദാദയുടെ കർത്തവ്യത്തെ തൻ്റെ ലക്ഷ്യമാക്കി മാറ്റുന്ന മാസ്റ്റർ മര്യാദാ പുരുഷോത്തമനാകുന്നു. മറ്റുള്ളവരുടെ സമ്പാദ്യത്തിൽ കണ്ണുവെക്കരുത്. ബാപ്ദാദയുടെ ഗുണങ്ങളെയും കർത്തവ്യത്തെയും ലക്ഷ്യമാക്കുന്നു. അധർമ്മത്തിൻ്റെ വിനാശവും സത്യധർമ്മത്തിൻ്റെ സ്ഥാപനയുടെയും കർത്തവ്യത്തിൽ ഞാൻ ബാബയുടെ സഹായിയാകുന്നു. മാസ്റ്റർ മര്യാദാ പുരുഷോത്തമനായിരിക്കുന്നു. നോളജ്ഫുള്ളായി വ്യർത്ഥ പ്രശ്നങ്ങളെ സമാപ്തമാക്കുന്നു എങ്കിൽ സമയം മിച്ചം വെക്കാം. ഓം ശാന്തി.